US മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ടാണ്. 100 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. രോഗബാധിതനായി ചികിത്സയിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത്. മനുഷ്യാവകാശങ്ങൾ, പ്രത്യേകിച്ചും ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരുപാട് ഇടങ്ങളിൽ ആ പേര് പരാമർശിക്കപ്പെട്ടാണ് പലയാവർത്തി. മനുഷ്യാവകാശങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും ഊന്നൽ നൽകിയ പ്രസിഡന്റായിരുന്നു കാർട്ടർ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. നൽകാനുള്ള വാർത്ത ശുഭമല്ല എങ്കിൽ പോലും 100 വയസ്സ് തികച്ചു. ക്യാൻസർ ബാധിതനായിട്ടും അതിനെ അതിജീവിച്ചു. മാത്രവുമല്ല, ഈ കഴിഞ്ഞ US തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം വോട്ട് ചെയ്തിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് സമാധാനമായി ജോർജിയയിലെ കൊച്ചു വീട്ടിൽ അദ്ദേഹം വിശ്രമിക്കുകയായിരുന്നു. പാലിയേറ്റീവ് കെയറിലായിരുന്നു അവസാനം ഒരു മാസമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നൊബേൽ പുരസ്കാര ജേതാവായിരുന്നു സമാധാനത്തിന്. അദ്ദേഹം വിടവാങ്ങുമ്പോൾ എങ്ങനെയാണ് ആ ജീവിതത്തെ ഓർത്തെടുക്കാനാവുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജീന. തീർച്ചയായിട്ടും ഒരു നല്ല പോരാട്ടം തികച്ച ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് വിടവാങ്ങിയിരിക്കുന്നത്. 1924 ഒക്ടോബറിൽ ജനിച്ച ജെയിംസ് എൽ കാർട്ടർ അല്ലെങ്കിൽ ജിമ്മി കാർട്ടർ 100 വർഷം തികച്ച് 2024 അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. അമേരിക്ക എന്നും ആരാധനയോടെ കണ്ടിരുന്ന ഒരു പ്രസിഡന്റാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് ജിമ്മി കാർട്ടർ അമേരിക്കയുടെ ഭരണചക്രം തിരിക്കുവാനായി വൈറ്റ് ഹൗസിൽ എത്തിയത്. 1976 അദ്ദേഹം വിജയിക്കുകയും 77 മുതൽ 81 മുതലാണ് അമേരിക്കൻ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചത്. അദ്ദേഹം പിന്നീട് റൊണാൾഡ് റീഗൻ ആണ് അദ്ദേഹത്തിന് ശേഷം വന്ന പ്രസിഡന്റ്. 39ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. തന്നെയുമല്ല, ജിമ്മി കാർട്ടറിന് 7 പ്രസിഡന്റുമാരെ കാണുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല, ജോർജ് ബുഷ് സീനിയർ മരിക്കുമ്പോൾ ജിമ്മി കാർട്ടർ ആയിരുന്നു ഏറ്റവും പ്രായം കൊണ്ട് ഉള്ള പ്രസിഡന്റും. അദ്ദേഹത്തെ തൊട്ടു പിന്നാലെയുള്ള 5 പ്രസിഡന്റുമാര് ഒരുമിച്ച് പങ്കെടുത്ത ഒരു ശവസംസ്കാര ശുശ്രൂഷയായിരുന്നു. തീർച്ചയായിട്ടും ജിമ്മി കാർട്ടറിന്റെ ഈ ശവസംസ്കാര ശുശ്രൂഷയിലും അമേരിക്കയുടെ ചരിത്രത്തിൽ 2ാം തവണയായിരിക്കും ഇത്രയധികം പ്രസിഡന്റുമാർ ഒരുമിച്ച് പങ്കെടുക്കുക. തന്നെയുമല്ല, ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നത് 77 വർഷം, ഏതാണ്ട് 8 പതിറ്റാണ്ടോളം നീണ്ട ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു ജിമ്മി കാർട്ടർ. റോസ്ലിൻ മരിക്കുമ്പോൾ 77 വർഷം ജിമ്മി കാർട്ടറിനോടൊപ്പം ഒരു നിഴലായിട്ടുണ്ടായിരുന്നു. അടുത്തിടെ നവംബറിലാണ് 96ാമത്തെ വയസ്സിൽ റോസ്ലിൻ ജിമ്മി കാർട്ടറിനോട് യാത്ര പറഞ്ഞു പോകുന്നത്. തൊട്ട് പിന്നാലെ ജിമ്മി കാർട്ടർ ഇപ്പോൾ പോവുകയാണ്. തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ച് വേദനിക്കുന്ന നിമിഷങ്ങളാണ്. ജിമ്മി കാർട്ടർ അമേരിക്കയുടെ രാഷ്ട്രീയ രംഗത്തു നിന്നും പൊതുരംഗത്തു നിന്നും മനുഷ്യാവകാശർക്ക് വേണ്ടി ഏറെ ശബ്ദമുയർത്തിയ ഒരു നേതാവ് വിടവാങ്ങുമ്പോൾ ക്രിസ്റ്റീന, പ്രജീൻ. ശരി, മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത്.